ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ തറയിലേക്ക് എത്തിക്കഴിഞ്ഞ ഒന്നും നമ്മുടെ തീരുമാനമല്ല. ദേവതകൾ തീരുമാനിക്കുന്നു, നമ്മൾ കാണികളാവുന്നു. അത്രയേ ഉള്ളൂ. നൂറും പാലും കൊടുക്കുന്നതാ. അവരെന്നെ ചതിക്കോ? കളം വരയ്ക്കാനുള്ള കുട്ടിങ് വരിക. കുട്ടി, ചടങ്ങുകൾ തുടങ്ങാൻ പോവാ. നാഗദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചു തൊഴുതോളൂ. നന്ദ, സർപ്പക്കളത്തിന്റെയും പൂജയുടെയും കാര്യമൊക്കെ സിത്താര ചോദിച്ചു. അത് നമ്മുടെ ഒരു കുടുംബച്ചടങ്ങ് മാത്രമാ, അവരാരും പങ്കെടുക്കേണ്ടതില്ല എന്നാ ഞാൻ പറഞ്ഞത്. സിത്താരയും കുടുംബത്തിനെയും പൂജയിൽ പങ്കെടുപ്പിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ അവിടെ നിൽക്കുന്നവരാരെങ്കിലും പറഞ്ഞ് ശാപത്തിന്റെ കഥയോ പരിഹാരത്തിന് വേണ്ടിയാണ് പൂജയെന്നൊക്കെ സിത്താരയുടെ ചെവിയിലെത്തിയ സിത്താര ഒരുപക്ഷെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും തന്നെ വരാം. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് മതിയമ്മേ. കാവിലെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ശരി, ഞാൻ കാവിലേക്ക് പോവുക. ആയിക്കോട്ടെ. അവരുടെ കാര്യങ്ങളില് ഒട്ടും വീഴ്ച വരാതെ നോക്കണം. അതുമാത്രമല്ല, ആ നിർമ്മലയും അവളുടെ മകളും ഉണ്ടല്ലോ, അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ സുമിത്രയോട് പറയുകയും വേണം. ഒരൽപ്പം പൊട്ടിത്തെറിച്ച ആളുകളാ അത്. ആ, സുമിത്രക്കാരി എന്നോട് പറഞ്ഞു, കിട്ടുന്ന അവസരങ്ങളിൽ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നവീൻ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. നീ ഇതെവിടെയാടാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? നോക്കിയാ കാണാൻ കിട്ടുന്നില്ലല്ലോ നിന്നെ. ഞാൻ മാണിക്കുഞ്ഞിന്റെ കൂടെ ഇവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണുമായിരുന്നു മുത്തശ്ശി. രാത്രി സഞ്ചാരം വേണ്ട, നാഗങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന പറമ്പാ. ശരി മുത്തശ്ശി. വരൂ, നമുക്ക് ഒരുമിച്ച് സർപ്പക്കാവിലേക്ക് പോവാം. മുത്തശ്ശി നടന്നോളൂ. ഞാനേ മാണിക്കുഞ്ഞിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം. എപ്പോഴും പറഞ്ഞു പറ്റിക്കുന്ന പോലെ ആവരുത്. ഇത് ഗൗരവമുള്ള കാര്യമാ. അച്ഛാ, യഥാർത്ഥത്തിൽ ഇപ്പൊ എന്തിനാ ഈ പൂജ നടത്തുന്നത്? പൂജയുടെ കാര്യം പറയുമ്പോ എന്തോ ദുരൂഹത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ആരുടെ ഉത്തരത്തിനും ഒരു വ്യക്തതയില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. നമ്മുടെ കുടുംബം പണ്ട് മുതലേ ആരാധിച്ചു പോരുന്നതാണ് നാഗങ്ങളെ. അമ്മയ്ക്കും പഴയ ആളുകൾക്കൊക്കെ അതിൽ വലിയ വിശ്വാസമാണ്. നിങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിച്ചു എന്ന് വരാം. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി നമ്മളും ചില വിട്ടുവീഴ്ചകൾ ചെയ്യണ്ടേ? അതൊന്നും കുഴപ്പമില്ല അച്ഛാ. ഞാൻ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലാം. എന്നാ പെട്ടെന്ന് പോവാൻ നോക്കാം. ചെല്. അച്ഛാ, ഗാഥയുടെ കുടുംബം പൂജയിൽ പങ്കെടുക്കാത്ത എന്താ? ഈ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ അവർ പങ്കെടുക്കല്ലേ വേണ്ടത്? അത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു ചടങ്ങാ. അതുകൊണ്ട് മറ്റുള്ളവർ വേണ്ടെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. എന്ന് ഓക്കെ അച്ഛാ.
നല്ല ശിക്ഷണം കിട്ടിയ കുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ഇതുവരെ ശാന്തായിട്ടില്ല. ഇത്രയും നേരം നടന്ന പൂജകളില് അനുകൂലമായ ഒരു ലക്ഷണവും കണ്ടിട്ടില്ല. തിരുമേനി എല്ലാം മംഗളമാകുന്നു കരുതുക. എന്തെങ്കിലും അശുഭം സംഭവിച്ച വളരെ ചെറിയൊരു പെൺകുട്ടിയല്ലേ, അത് ഓർക്കുമ്പോഴൊരു സങ്കടം. മുത്തശ്ശി, എന്തിനാ കുടം? നാഗക്കളം വരച്ച് തീരുമ്പോ അത് കാണാൻ ദേവനാഗം പുറത്തിറങ്ങും. ദേവനാഗം പുറത്തിറങ്ങി കളം നിരീക്ഷിച്ചതിന് ശേഷം ചെമ്പുകുടത്തിനകത്തേക്ക് കയറിയ എല്ലാം ശുഭമായി എന്നാ വിശ്വാസം. അതല്ല കളം വരയ്ക്കുന്നതിലോ ചടങ്ങുകളിലോ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കളം വരച്ചയാൾക്ക് സർപ്പദംശനം ഏൽക്കും. മുത്തശ്ശി, നമ്മുടെ ആരുമില്ലാത്തൊരു പെൺകുട്ടിയല്ലേ അത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നടത്തുന്ന പൂജയ്ക്കിടയിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ലല്ലോ. ഒരു സർപ്പക്കളം നടക്കുമ്പോ അതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ബന്ധപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോ നാഗത്തറയിൽ വിതറാനുള്ള മഞ്ഞൾ അരയ്ക്കുന്നവര് മുതല് സർപ്പക്കളത്തിൽ തുള്ളാൻ പോകുന്ന ബാലികമാരടക്കം എല്ലാവരും ഈ പൂജയുടെ ഭാഗ. പക്ഷേ അതിലേറ്റവും പരമപ്രധാനമായത് ഈ കളം വരയ്ക്കുന്ന പെൺകുട്ടിയാണ്. എനിക്കിതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാരണവശാലും ഒരാളുടെ ലൈഫിന് ആപത്തുണ്ടാവരുത്. ഈ തറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ തീരുമാനമല്ല. ദേവതകൾ തീരുമാനിക്കുന്നു, നമ്മൾ കാണികളാവുന്നു, അത്രയേ ഉള്ളൂ. Oh.